അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു ലെറ്റർ പെൻഡിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഞാൻ ഇപ്പോൾ മൂന്നാമത്തതാണ് കേട്ടോ. എല്ലാവരും സപ്പോർട്ട് നൽകുക, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ മൂന്നാമത്തെ ലെറ്റർ പെൻഡിങ് ചലഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ, നിങ്ങളെ ഫസ്റ്റ് ലെറ്റർ. പിന്നെ ആരുടെയൊക്കെ നെയിം ഫസ്റ്റ് ലെറ്റർ ജെ ഉണ്ട് അവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് ഏതാണ് ചെയ്യേണ്ടത് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞാൻ കമൻറ്റൊന്നും കണ്ടിട്ടില്ല. എൻ്റെ ഇഷ്ടത്തിന് ഞാനൊരു ലെറ്റർ എടുത്തതാണ്. ഇനി നിങ്ങൾക്ക് ഏതൊക്കെ ലെറ്റർ ചെയ്യണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന എല്ലാ ലെറ്റേഴ്സും ഞാൻ ചെയ്യുന്നതായിരിക്കും, ഷുവറായിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ ഔട്ട്ലൈനൊന്നും വെച്ചിട്ടില്ല ഫ്ലവറിൻ്റെ. ഞാൻ ജസ്റ്റ് ഒരു ബഡ് സൈറ്റ് ഇതാക്കുകയാണ്. പിന്നെ ബഡ് സൈറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് ബഡ്സ് എടുത്തേക്കുന്നത് കേട്ടോ. ഇതുവരെ എനിക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല, ആരും കമൻറ്റ് ഒന്നും ചെയ്തിട്ടില്ല. എന്താ പറയുക, ആരും ലെറ്ററൊന്നും കമൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഈ ഒരു ജെ എടുത്തിട്ടുള്ളത്. ആർക്ക് ഫസ്റ്റ് ലെറ്റർ ആണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളെ ഫസ്റ്റ് ലെറ്റർ ഒന്ന് കമൻറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ മൂന്നാമത്തെ ആയതുകൊണ്ട് തന്നെ അത്ര ഈ ജെ ഞാൻ വെട്ടിയെടുത്തതൊന്നും പെർഫെക്റ്റ് അല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഒരു കുറച്ച് മൂന്നൊന്നൊക്കെ ആയിട്ടുള്ളൂ, കുറച്ചും കൂടി ആകുമ്പോൾ തന്നെ ആവുമായിരിക്കാം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കുറേ ആൾക്കാർ കാണുന്നുണ്ട്, ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക, സപ്പോർട്ട് നൽകുക. അപ്പോൾ കുറച്ച് ഫ്ലവറൊക്കെ ഞാൻ അവിടെ വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡ് ആണ് വരച്ചിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഒരു ബ്ലൂ തീമാണ്, പിന്നെ പർപ്പിൾ, പിന്നെ ഒരു റെഡിഷാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയൊരു ലവ് ഷേപ്പ് ബ്ലൂ വരയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അങ്ങനെ ഒക്കെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് യെല്ലോ കളറൊന്ന് അപ്ലൈ ചെയ്യണം. അതാണല്ലോ ഒരു മുട്ടിൻ്റെ ഒരു ഭാഗം. അപ്പോൾ അതും അപ്ലൈ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഫുള്ളായിട്ട് കാണും ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇത്. അപ്പം നമുക്കിനി ജസ്റ്റ് ഒന്ന് ഇതൊന്ന് പീൽ ചെയ്ത് നോക്കാം. പീൽ ചെയ്യുമ്പോൾ ശരിയൊന്നും ആവില്ല, എന്നാലും ഒന്ന് പീൽ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അത് കണ്ടോ, ഞാൻ പറഞ്ഞു ശരിയൊന്നും ആവില്ല എന്ന്. എന്താ വെച്ചാൽ അവിടെ ഇവിടെ ആയിട്ട് ആ പേപ്പറിൻ്റെ ഇതുണ്ട് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം, എന്നാലാണ് ആ ജെ തിരിച്ചറിയുള്ളൂ, അല്ലെങ്കിൽ ജെ തിരിച്ചറിയില്ല കേട്ടോ. അപ്പോൾ സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.